വടകരയിൽ മത്സരിക്കാൻ വന്നിറങ്ങുമ്പോൾ കിട്ടിയ വലിയ ഒരു റിസപ്ഷൻ നമ്മൾ കണ്ടതാണ്. അപ്പം മുതൽ ഷാഫിയെ തോൽപ്പിക്കണമെന്ന വാശി ഇവർക്കുണ്ട്. അവിടെ ടീച്ചറാണ് മത്സരിക്കുന്നത്, അപ്പോൾ ആ മത്സരത്തിന് ആ നിലയ്ക്കുള്ള പ്രാധാന്യമുണ്ട്. ബട്ട് അയാൾ തന്നെ വിജയിച്ചു. അപ്പോൾ ആ തോൽപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി എന്തെല്ലാം നടന്നു നോക്കിയാൽ അതിൽ കാണാൻ കഴിയുന്ന കാര്യമാണ് വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ഷാഫി ഒരു വർഗീയവാദിയാണ് എന്ന് സ്ഥാപിക്കാൻ. ആ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ ആളെന്ന് പറയുന്ന ആൾ CPIM-ൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് CPIM-ഉം CPIM-ൻ്റെ സർക്കാരും എല്ലാം അയാളെ സംരക്ഷിക്കുകയും ആ അന്വേഷണം കോടതി പോലും ഇടപെട്ടിട്ടും മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ പ്രതി പാളയത്തിൽ തന്നെയാണ് ഉള്ളതെന്ന് അവർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത്രയും പരമാവധി ഷാഫിയെ വീഴ്ത്താൻ, ഷാഫിയെ വർഗീയവാദിയായി സ്ഥാപിക്കാൻ, ഷാഫിയെ ഒരു ജനസ്വീകാര്യത ഇല്ലാത്ത ആളാക്കി മുദ്രകുത്താൻ ലെഫ്റ്റ് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് കാര്യം ജനത്തിന് നന്നായി അറിയാം. അപ്പോൾ അവരുടെ ഒരു വൈരാഗ്യബുദ്ധി എന്തുമാത്രമാണ്, അവരുടെ രോഷം എന്തുമാത്രമാണെന്ന് നാട്ടുകാർക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ആളുകൾ ജെന്യുവിനായി, പൂർണ്ണമായും ജെന്യുനായി എടുക്കില്ല. ഒന്ന്, കാരണം വ്യാജ സ്ക്രീൻഷോട്ട് അടക്കം ഉണ്ടാക്കി അയാളെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരാണ് ഇവരുടെ വാശി അവസാനിച്ചിട്ടില്ല എന്ന് ജനത്തിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോഴാണ് ഈ സമരം കൂടി ജനം ഓർക്കണം. ജനമാണല്ലോ ഇതിനെല്ലാം മെറിറ്റിടുന്നത്, ആ ജനം മെറിറ്റെടുത്തില്ല.